വെനസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളസ് മദുറോയുടെ കുടുംബത്തിനും 6 എണ്ണ ടാങ്കറുകൾക്കും യുഎസ് ഉപരോധം ഏർപ്പെടുത്തി. തിരുപ്പതി ക്ഷേത്രത്തിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് നിർബന്ധമായും ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ മൾബറി സിൽക്കിൽ നിർമ്മിച്ച ഷോളുകളാണ്. എന്നാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ 2015 മുതൽ 2025 വരെ VRS എക്സ്പോർട്സ് കമ്പനി എന്ന ഒരു കരാറുകാരൻ പ്യുവർ മൾബറി സിൽക്ക് ഷോളുകൾക്ക് പകരം പോളിസ്റ്റർ ഷോളുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. 54 കോടി രൂപയുടെ അഴിമതിയാണിത്. ശത്രു മിസൈലുകൾ, ഡ്രോണുകൾ, അതിവേഗ വിമാനങ്ങൾ എന്നിവയിൽ നിന്ന് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്നതിനായി പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വിന്യസിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. തായ്ലൻഡ് കംബോഡിയ സംഘർഷം 5-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. തായ്വാൻ ദ്വീപിനടുത്ത് ചൈനയുടെ ആർമിയായ PLA പുതിയ വലിയ തോതിലുള്ള അഭ്യാസങ്ങൾ ആരംഭിച്ചേക്കുമെന്ന സൂചനകൾക്കിടെ സൈന്യം ചൈനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്ന് തായ്വാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസ സ്ട്രിപ്പിലുള്ള അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള ചെലവ് വഹിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇസ്രയേൽ സമ്മതിച്ചിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ നൽകാനും എൻഗേജ്മെന്റ് റിംഗ് തിരികെ കൊടുക്കുവാനും വിധിയിൽ പറയുന്നു. കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് 97,680 രൂപ.